നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാകാത്ത പ്രവാസികൾക്ക് മേൽ നടപടികൾക്കൊരുങ്ങി കുവൈറ്റ്. ഡിസംബർ 31-ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി അവസാനിച്ചിരിക്കെയാണ് നടപടികൾ പൂർത്തീകരിക്കാനുള്ള സമയപരിധി നീട്ടില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡിസംബർ 31-ന് മുൻപായി എല്ലാ പ്രവാസികളും ബയോമെട്രിക് പൂർത്തിയാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ബയോമെട്രിക് വിരലടയാളം രേഖപ്പെടുത്താത്ത പ്രവാസികൾക്കുള്ള എല്ലാ സർക്കാർ ഇടപാടുകളും താൽക്കാലികമായി നിർത്തലാക്കുന്നതാണ് ആദ്യ നടപടി. ബാങ്കിംഗ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റിന് ആഭ്യന്തര മന്ത്രാലയം ഇതിനോടകം നിർദ്ദേശം നൽകിയിരുന്നു. നിക്ഷേപങ്ങൾ തുടർന്നും സ്വീകരിക്കുമെങ്കിലും പിൻവലിക്കലുകൾ, വായ്പകൾ, ഫണ്ട് കൈമാറ്റങ്ങൾ എന്നിവയ്ക്ക് നിരോധനം വരും. ഒരു സിവിൽ ID കാലഹരണപ്പെടുമ്പോൾ ഉണ്ടാവുന്ന നിയന്ത്രണങ്ങൾക്ക് സമാനമായിരിക്കും ഇത്. മാത്രമല്ല, ഇവർക്ക് റെസിഡൻസ് പെർമിറ്റ് പുതുക്കുന്നത് ഉൾപ്പെടെയുള്ള റെസിഡൻസി സേവനങ്ങൾ തടസ്സപ്പെടും. എന്നാൽ നടപടിക്രമം പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടവരിൽ നിന്ന് പിഴ ചുമത്തും എന്ന പ്രചാരണങ്ങൾ തികച്ചും തെറ്റാണ്. ഒരു തരത്തിലുള്ള പിഴകൾ ചുമത്തുകയില്ല. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2.25 ലക്ഷത്തോളം പേർ ഇനിയും ബയോമെട്രിക് രജിസ്ട്രേഷൻ ബാക്കിയുണ്ടെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 2,24,000 പ്രവാസികളും 16,442 കുവൈറ്റ് പൗരന്മാരും 88,604 ഗോത്രവർഗ വിഭാഗങ്ങളും ഇനിയും ബയോമെട്രിക് വിരലടയാളം രജിസ്ട്രേഷൻ പൂർത്തിയാകാത്തവരായുണ്ടെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസിന്റെ ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകളിൽ പറയുന്നത്. കുവൈറ്റ് പൗരന്മാർക്ക് ബയോമെട്രിക് രജിസ്ട്രേഷനുള്ള സമയപരിധി നേരത്തെ അവസാനിച്ചിരുന്നു. പ്രവാസികളുടെ എണ്ണക്കൂടുതൽ കാരണം അവർക്ക് ഡിസംബർ 31 വരെ സമയം നീട്ടി നൽകുകയായിരുന്നു. നേരത്തെ നടപടികൾ പൂർത്തീകരിക്കാത്ത സ്വദേശികളുടെ എല്ലാ സർക്കാർ ബാങ്കിംഗ് ഇടപാടുകളും താൽക്കാലികമായി ബ്ലോക്ക് ചെയ്തിരുന്നു. എന്നിരുന്നാലും അവർക്ക് സുരക്ഷാ ഡയറക്ടറേറ്റ് സന്ദർശിച്ച് പ്രക്രിയ പൂർത്തിയാക്കാൻ അവസരമുണ്ട്. അതേസമയം കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മിനിസ്റ്റേഴ്സ് കൗൺസിൽ യോഗം. പെൻഷൻ പ്രായം പുരുഷന്മാരുടേത് 55 വയസ്സും സ്ത്രീകളുടേത് 50 വയസ്സുമായാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് പുതിയ തീരുമാനം. പുതുതലമുറയ്ക്ക് തൊഴിൽ മേഖലകളിൽ പ്രവേശനം എളുപ്പമാക്കുകയാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതേസമയം സർവീസിൽ 30 വർഷം പൂർത്തിയാക്കിയവർക്ക് മുഴുവൻ പെൻഷൻ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ ജീവനക്കാരുടെ വിരമിക്കൽ വേഗത്തിൽ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ പ്രത്യേക ബ്യൂറോയ്ക്ക് മന്ത്രിമാരുടെ കൗൺസിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നിലവിൽ വിവിധ പദ്ധതികളിൽ കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പുരുഷന്മാർക്ക് 55 വയസ്സും സ്ത്രീകൾക്ക് 50 വയസ്സും തികയുന്ന മുറയ്ക്ക് അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും മന്ത്രിമാരുടെ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇങ്ങനെ പിരിച്ചുവിടപ്പെടുന്നവർക്ക് പിന്നീട് ഒരിക്കലും കരാർ ജോലിയിൽ തിരികെ എടുക്കരുതെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. ഇത്തരം ജോലികളിൽ കൂടുതൽ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകുന്നതിനാണിത്. സിവിൽ സർവീസ് മേധാവി ഡോക്ടർ ഇസാം അൽ റുബയാൻ, സോഷ്യൽ ഇൻഷുറൻസ് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ തുനയാൻ എന്നിവർ യോഗത്തിൽ ഈ നടപടികളെക്കുറിച്ച് വിശദീകരിച്ചു.